മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ചർച്ചയായത് ആസ്ഥാന മന്ദിരത്തിൽ സ്ഥാപിച്ച പുതിയ പതാകയാണ്. പരമ്പരാഗതമായ ചന്ദ്രക്കലയും നക്ഷത്രവും മാത്രമുള്ള പച്ച പതാകയ്ക്ക് പകരം ചന്ദ്രക്കലയ്ക്കും നക്ഷത്രത്തിനുമൊപ്പം തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണിയും പാർട്ടിയുടെ ചുരുക്കപ്പേരായ IUML എന്ന് ഉൾപ്പെടുത്തിയുമാണ് പുതിയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് വ്യാജ പ്രചാരണം നടത്താറുണ്ടായിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നടന്ന റാലിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉയർത്തിയ പച്ച പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് വ്യാജ പ്രചാരണം നടത്തിയിരുന്നു. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദമായി. ഈ വ്യാജ പ്രചാരണം ഒഴിവാക്കാനാണ് ലീഗ് പുതിയ പതാകയിലേക്ക് മാറിയതെന്നാണ് സൂചന. മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് വരുത്തി തീർക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും ചർച്ചാ വിഷയമാണ്. ഈ സാഹചര്യത്തിൽ പുതിയ പതാക മാറ്റം ലീഗിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു.